സ്റ്റാൻഡേർഡ് റിസൾട്ട് കേട്ടോ. സ്റ്റാൻഡേർഡ് റിസൾട്ട് എഴുതാം. സ്റ്റാൻഡേർഡ് റിസൾട്ട് എഴുതിയെടുക്കാം. sin 2n5 plus x. sin 2n5 plus x equal to sin 2n5 plus x equal to sin x. sin 2n5 plus x എന്ന് പറയുന്നത് sin x ആണ്. അതുപോലെ cos 2n5 plus x cos 2n5 plus x എന്ന് പറഞ്ഞാല് cos x ആയിട്ടാണ് വരുന്നത്. sin 2n5 plus x എന്ന് പറഞ്ഞാൽ sin x ഉം cos 2n5 plus x എന്ന് പറഞ്ഞാല് cos x ഉമാണ് വരുന്നത്. അപ്പോൾ ശ്രദ്ധിക്കാം. പിന്നെ ഒരു എളുപ്പ മാർഗത്തില് പഠിക്കാനുള്ള ഒരു കാര്യം കൂടി എഴുതാണ്. ശ്രദ്ധിക്കാം. പൈ എന്ന് പറഞ്ഞാല് 180 ഡിഗ്രിയാണ്. പൈ എന്ന് പറഞ്ഞാൽ 180 ആണ്. 2π എന്ന് പറഞ്ഞാൽ 360 ആണ്. അങ്ങനെ ഒരു 10π വരെ ഒന്ന് എഴുതി വെച്ചേക്കോ. തന്നെ എഴുതി വെച്ച് 3π 4π 5π എല്ലാം 360 വെച്ച് ആഡ് ചെയ്ത് 10π വരെ തന്നെ എഴുതി എന്നിട്ട് അതൊന്ന് പറയണം. എല്ലാ കുട്ടികളും തന്നെ എഴുതാം. ഓക്കെ ഓക്കെ ഓക്കെ. എഴുതി കഴിഞ്ഞോ? എല്ലാ കുട്ടികളും എഴുതി കഴിഞ്ഞോ? എല്ലാവരും എഴുതി കഴിഞ്ഞോ? ഈ ക്ലാസ്സിൽ ഇത്രയും കുട്ടികളുള്ളൂ? ഈ ക്ലാസ്സിലെ ഇത്രയും കുട്ടികളുള്ളൂ? കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് സാർ. ഞാൻ മനഃപൂർവ്വം ക്ലാസ് എടുക്കാണ്ടിരിക്കുന്നതാണ്. കാരണം ഈ ക്ലാസ്സിൽ ഇത്രയും കുട്ടികളുള്ളൂ എന്നറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ആകെ നിരഞ്ജൻ, അമൽ മണികണ്ഠൻ, വിഷ്ണുപ്രിയ, അഹമ്മദ് യാസീൻ. വേറെ ഒരു കുട്ടി പോലും സംസാരിക്കില്ല. അത് സംസാരിച്ചിട്ട് നമുക്ക് ക്ലാസ് തുടരാം. നമ്മൾ റിവിഷൻ ക്ലാസ് എന്ന് പറഞ്ഞിട്ട് മാത്തമാറ്റിക്സ് റിവിഷൻ ക്ലാസ് എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ക്രാഷ് കോഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോബ്ലം അല്ലല്ലോ നമ്മൾ പഠിപ്പിക്കുന്നത്. എത്ര കണക്കുകളാണ് ആത്മാർത്ഥമായിട്ട് നിന്ന് പഠിപ്പിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു കുട്ടി പോലും നമ്മൾ എന്തെങ്കിലും ചോദിച്ചാൽ സംസാരിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് വളരെ മോശകരമായ കാര്യം തന്നെയാണ്. എന്തു ചോദിച്ചാലും അമൽ മണികണ്ഠൻ എന്ന് പറയുന്ന ഒരാള്, നീരജ് നിരഞ്ജൻ എന്ന് പറയുന്ന ഒരാള്, വിഷ്ണുപ്രിയ സോളമൻ, പിന്നെ അഹമ്മദ് യാസീൻ, വളരെ വിരലെണ്ണാവുന്ന കുട്ടികൾ മാത്രം പ്രതികരിക്കും. വേറെ ഒരാൾ പോലും സംസാരിക്കില്ല. മറ്റു കുട്ടികൾക്ക് സംസാരിക്കാൻ അല്ലെങ്കിൽ ചോദിച്ചതിന് മറുപടി തരാൻ സാധിക്കുമോ ഇല്ലയോ എന്നാണ് അറിയേണ്ടത്. അപ്പോഴും നിങ്ങളുടെ ഭാഗത്ത് മറുപടി ഇല്ല കേട്ടോ. ആർക്കൊന്നും പറയാനില്ല? നിങ്ങൾ സംസാരിക്കും. നിങ്ങൾക്ക് ചോദിച്ച് നിങ്ങൾ എന്തുകൊണ്ട് മറുപടി നൽകുന്നില്ല? അഭിനവ് കെ സുഭാഷ്, അഭിനവ് ഷൈജു. അല്ല, ഞാൻ ഇവിടെ കിടന്ന് എത്ര പ്രാവശ്യം ചോദിക്കുന്നുണ്ട്. ഞാൻ ചുമ്മാ ക്ലാസ് എടുത്ത് പോകാനായിട്ട് എനിക്ക് ആഗ്രഹമില്ല. രാവിലെ തന്നെ ഇങ്ങനെ ഒരു പ്രശ്നത്തിന്റെ ആവശ്യകതയുമില്ല. നിങ്ങൾ ആരും ഒന്നും ചോദിച്ചാലും ഒന്നും സംസാരിക്കുന്നില്ല. അജ്മൽ ഷാ, എന്തെങ്കിലും റിയാക്ട് ചെയ്തൂടെ? നമ്മൾ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞിട്ട് അത് ഓക്കെ ആണെങ്കിൽ ഓക്കെ, ഇത് എഴുതി കഴിഞ്ഞോ? ഞാൻ എത്ര പ്രാവശ്യം എന്റെ പേര് പറഞ്ഞില്ല. ഓൾ ക്ലാസ്സിലാണ് ചോദിക്കുന്നത്. അപ്പൊ എഴുതി കഴിഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ മിണ്ടാതിരിക്കുകയാണ്. അത് വിട്ടേരാ, ഞാൻ ഇനി സംസാരിക്കുന്നില്ല അതിനെ കുറിച്ച്. അപ്പൊ ഇവിടെ പൈ എന്ന് പറയുന്നത് 180 ആണ്. 2π എന്ന് പറയുന്നത് 360 ആണ്. 3π 360 പ്ലസ് 180 അതങ്ങനെ ആഡ് ചെയ്ത് എഴുതി വെക്കുക. 180 വെച്ച് ആഡ് ചെയ്ത് എഴുതി വെക്കുന്നതാണ് ഈ പ്രോസസ്സ്. അതിന്റെ മോഡൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ തരുന്നത്. 10π എന്താണ് എഴുതിയിരിക്കുന്നത്? 10π എന്താണ് എഴുതിയിരിക്കുന്നത്? ഞാൻ ആരോടും ചോദിക്കില്ല കേട്ടോ. 10π ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ. നമുക്കത് അതുകൊണ്ട് ആരോടും ചോദിക്കുന്നില്ല. 10π എന്ന് പറഞ്ഞാൽ 1800 എഴുതിക്കോളൂ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പല രീതികളിലൂടെ ഇത് ചെയ്യാം എന്ന് പറഞ്ഞു. ഫൈൻഡ് ദ വാല്യൂ ഓഫ് സൈൻ 31π/3. Find the value of sin 31π/3. Sin 31π/3. Find the value of sin 31π/3. അത് രണ്ട് രീതികളിലൂടെ ഇത് ചെയ്യാം എന്ന് പറഞ്ഞു. ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് 31 × 180 എടുക്കാം. 31 നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ.
അവിടെ 31 പൈ ബൈ 3 ഏറ്റവും എളുപ്പമുള്ള മാർഗം ഇതാണ്. സൈൻ 10 പൈ പ്ലസ് പൈ ബൈ 3 അല്ലേ? 10 പൈ പ്ലസ് പൈ ബൈ 3 ഏറ്റവും എളുപ്പമുള്ള മാർഗം ഇതാണ്. സൈൻ 10 പൈ പ്ലസ് പൈ ബൈ 3 10 into 3 30 pi plus pi 31 pi by 2. Then your answer is sin നമ്മൾ നേരത്തെ എഴുതണ്ടായി. അവിടെ sin 2n pi plus x sin x എന്ന് എഴുതി. sin 10 pi plus pi by 3 എന്ന് പറഞ്ഞാൽ sin pi by 3 ആണ്. sin pi by 3 യുടെ ആൻസർ എന്ന് പറയുന്നത് √3/2 ആണ്. sin pi by 3. sin 10 pi plus pi by 3 എന്ന് എഴുതാം. 10 into 3 30 pi plus pi 31 pi by 3 എന്നുള്ള ആൻസർ ആണ് വരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതാവുന്ന ഒറ്റ കാര്യം എന്ന് പറയുന്നത് sin 31 into 180 by 3 ആണ്. 3 180 60 times 31 into 60 നിങ്ങൾക്ക് നോക്കാം. 31 into 60 1860 sin 1860 sin 1860 എന്ന് പറഞ്ഞ sin 1800 plus 60 1800 എന്ന് പറഞ്ഞാൽ 10 pi ആണ് പ്ലസ് pi by 3 പ്ലസ് pi by 3. Your answer is sin pi by 3 √3/2. √3/2 is the answer. √3/2 എന്നുള്ള ആൻസർ തന്നെയാണ് അവിടെയും ലഭ്യമാകുന്നത്. √3/2 ആണ് അവിടെയും നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം. അപ്പോൾ ശ്രദ്ധിക്കുക, sin 31 pi by 3 becomes sin 10 pi plus pi by 3. sin pi by 3 √3/2. sin 1860 sin 1800 plus 60. sin 10 pi plus pi by 3. Your answer is sin pi by 3. sin pi by 3 എന്ന് പറഞ്ഞാൽ √3/2. ക്ലിയർ ആണോ? Yes sir. Clear sir. Yes sir. അടുത്ത ക്വസ്റ്റ്യൻ എഴുതാം. sin 765 ഡിഗ്രി. വേഗം തന്നെ ചെയ്യേണ്ട രണ്ട് കണക്കുകൾ. sin 765 ഡിഗ്രി sin 765 degree tan 19 pi by 3 tan 19 pi by 3 tan 19 pi by 3 വേഗം ആയിക്കോട്ടെ കേട്ടോ. sin 765 degree അതുപോലെ തന്നെ tan 19 pi by 3 രണ്ട് രീതികളിലൂടെ ഇത് ചെയ്യാനായിട്ട് സാധിക്കും. നിയറസ്റ്റ് ഹെൽപ്പിംഗ് ആംഗിൾ എടുത്തും നമുക്കിത് ചെയ്യാനായിട്ട് സാധിക്കും. നിയറസ്റ്റ് ഹെൽപ്പിംഗ് ആംഗിൾ എന്ന് പറയുമ്പോൾ sin 765 എന്നാണ്. അപ്പൊ അവിടെ എത്രയായിരിക്കും വരിക അമൽ മണികണ്ഠൻ? sin 765 നിയറസ്റ്റ് അമൽ 720 എന്ന് പറയുന്നത് എത്രാമത്തെ പൈ ആണ്? 4 pi sir. sin 4 pi. ഓക്കെ, എളുപ്പമാർഗം കിട്ടാത്ത കുട്ടികൾക്ക് 720 ഹെൽപ്പിംഗ് ആംഗിൾ പ്ലസ് 45 ഡിഗ്രി sin 720 പ്ലസ് 45 ഡിഗ്രി sin 720 എന്ന് പറയുന്നത് എത്രയാണെന്നാണ് അഹമ്മദ് യാസിം? 724 pi. 4 pi ആണ്. 4 pi പ്ലസ് 45 ഡിഗ്രി 45 degree pi by 4. Pi by 4. Sin 4 pi plus pi by 4 becomes sin pi by 4. Sin pi by 4 answer is sin pi by 4. Sin pi by 4 1 by root 2. 1 by root 2 എന്ന ആൻസർ ആണ് കിട്ടിയിരിക്കുന്നത്. Sin 720 plus 45. Sin 4 pi plus pi by 4. Sin pi by 4. Sin pi by 4 equal to 1 by sin pi by 4 1 by root 2 എന്നുള്ള ആൻസർ കിട്ടിയിരിക്കുന്നു. ഇതൊന്ന് ബാക്കിയാണ്. എഴുതി കഴിഞ്ഞില്ലേ? Yes sir. Sir. കഴിഞ്ഞു sir. എഴുതി കഴിഞ്ഞോ? കഴിഞ്ഞു sir. Yes sir. സംയുക്ത Yes sir. എഴുതി കഴിഞ്ഞോ എന്ന് ഞാൻ 2 പ്രാവശ്യം ചോദിച്ചിട്ട് പോലും ഒരു റിപ്ലൈ ഉണ്ടായിരുന്നില്ലല്ലോ. എഴുതി കഴിഞ്ഞു sir. നെറ്റ് പ്രോബ്ലം ഉണ്ട് അവിടേക്ക്. അപ്പൊ പിന്നെ മൈക്ക് ഓൺ ചെയ്യുന്നില്ല. ഓക്കെ.
Then next question like kadakam shraddhikka tan 19 pi by 3 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 നെ വേണമെങ്കിൽ റെഡ്യൂസ് ചെയ്യാം രണ്ട് രീതികളിലൂടെ ചെയ്യാം എന്ന് പറഞ്ഞു രണ്ട് രീതികളിലൂടെ ചെയ്യാം tan 6 pi plus pi by 3 6 pi plus pi by 3 അല്ലേ 6 into 3 18 pi plus pi by 3 19 pi by 3 ആണ് അപ്പോൾ tan pi by 3 180 by 3 tan 60 tan pi by 3 tan 60 root 3 എന്നാണ് കിട്ടുക root 3 tan pi by 3 എന്ന് പറയുന്നത് root 3 എന്നാണ് കിട്ടുക root 3 അല്ലെങ്കിൽ tan 19 into 180 by 3 അപ്പോൾ അവിടെ 60 കിട്ടി tan 19 into 60 Pooja Suresh tan 19 into 60 Pooja Suresh Pooja Suresh answer is Sir, കേൾക്കുന്നില്ലേ? tan 19 into 60 answer is ഞാൻ ചെയ്യുന്നുള്ളൂ സർ. okay tan 19 into 60 becomes a tan 1140 degree or അട്ടാ ഏത് മെത്തേഡ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം അപ്പൊ tan 1140 എന്ന് പറയുന്നത് 1140 tan 1080 plus 60 അല്ലേ 6 pi എന്ന് പറയുന്നതാണ് 6 pi അപ്പൊ അവിടെ 6 pi എന്ന് എഴുതി tan 6 pi plus 60 becomes pi by 3 ആൻസർ വരുന്നത് tan pi by 3 എന്ന് പറഞ്ഞാൽ √3 എന്നുള്ള ആൻസർ ആണ് നിങ്ങൾക്ക് ലഭ്യമാകുന്നത് ക്ലിയർ അല്ലേ രണ്ട് മെത്തേഡില് ഏത് മെത്തേഡാണ് കുറച്ചുകൂടി ഈസി ഫസ്റ്റ് മെത്തേഡ് ആണ് സർ ഏത് മെത്തേഡ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ ഏത് മെത്തേഡ് വേണമെങ്കിലും നിങ്ങൾക്ക് സ്വീകരിക്കാം ഏത് മെത്തേഡ് വേണമെങ്കിലും നിങ്ങൾക്ക് സ്വീകരിക്കാം 1140നെ നിയറസ്റ്റ് ആയിട്ടുള്ള ഡിഗ്രി മെഷർ എന്ന് പറയുന്നത് 1080 ഡിഗ്രി ആണ് പ്ലസ് 60 ഇതങ്ങ് ആഡ് ചെയ്താൽ 1080 ഡിഗ്രി പ്ലസ് 60 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 1140 ആണ് 1080 എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ നോട്ട്ബുക്കിൽ എഴുതിയിട്ടുണ്ട് ഞാൻ 10 pi വരെ നിങ്ങൾക്ക് എഴുതി തന്നിട്ടുണ്ട് 6 pi എന്ന് എഴുതാം 6 pi plus pi by 3 your answer is tan pi by 3 your final answer is √3 clear അല്ലേ ക്ലിയർ ആണ് സർ ഓക്കെ സർ. സർ ഓക്കെ അടുത്ത ചോദ്യം എഴുതിക്കോളൂ sin -11 pi by 3 sin -11 pi by 3 -11 pi by 3 -11 pi by 3 എന്ന് പറഞ്ഞാൽ sin -11 into 180 by 3 അപ്പോൾ അവിടെ 60 കിട്ടി sin -660 എന്ന് കിട്ടി -660 ഡിഗ്രി എന്ന് കിട്ടി അപ്പൊ അത് നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിലേക്ക് ആക്കാനായിട്ട് sin -660 അപ്പൊ അവിടെ എന്തായിരിക്കാം നമുക്ക് നമ്മളവിടെ കൊടുക്കേണ്ടത് എന്ന് വെച്ചാൽ എന്തായിരിക്കും നിയറസ്റ്റ് നമുക്ക് നോക്കാം 4 pi -720 അല്ലെ -720 plus 60 അല്ലെ -720 plus 60 ഇവിടെ മൈനസ് വരണം അപ്പോൾ വലിയ നമ്പറിന് മൈനസ് അങ്ങ് കൊടുക്കും വലിയ നമ്പറിന് sin -720 plus 60 എന്ന് പറയുന്നത് sin -4 pi plus 60 എന്ന് പറഞ്ഞാൽ അറിയാം -4 pi plus 60 sin pi by 3 sin -4 pi plus pi by 3 equal to sin pi by 3 എന്നാണ് sin pi by 3 your answer is √35 -660 ക്ക് വേണ്ടിയിട്ട്
മൈനസ് 720 പ്ലസ് 60 എന്ന് കൊടുത്തു. ഇത് വേറെ രീതികളിലൂടെയും ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. സൈൻ 11 പൈ ബൈ എന്ന് പറഞ്ഞ ഇവിടെ നിന്ന് ഓർ ഡയറക്റ്റ് എടുക്കണം. ഓർ പറയുന്നത് സൈൻ മൈനസ് 4 പൈ പ്ലസ് 5/3. ഒന്ന് നോക്കിയേ, മൈനസ് 4 പൈ പ്ലസ് 5/3 മൈനസ് 12 പൈ പ്ലസ് 5 മൈനസ് 12 പൈ പ്ലസ് 5 മൈനസ് 11 പൈ/3 ആണ്. Then your answer is sin pi/3. Sin pi/3 becomes root 3/2 is the final answer. ഏത് പ്രോഗ്രാം അല്ലെങ്കിൽ ഏത് മെത്തേഡ് വേണമെങ്കിലും നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ക്ലിയർ ആണ് സർ. നിങ്ങളോട് ദേഷ്യപ്പെടുന്നത് നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടാണ്, അല്ലാതെ നിങ്ങളെ ഇഷ്ടപ്പെടുന്നില്ല അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് യാതൊരുവിധ ആത്മാർത്ഥതയും ഇല്ലെങ്കിൽ നമുക്ക് ദേഷ്യപ്പെടേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ വീഡിയോ ഓൺ ആക്കിയാൽ എന്ത്, നിങ്ങൾ വർത്താനം പറഞ്ഞാൽ എന്ത്, അങ്ങനെ നമുക്ക് ചിന്തിക്കുമ്പോൾ നമുക്ക് അവിടെ ആത്മാർത്ഥത കുറവ് വരും. നിങ്ങൾ എല്ലാവരും റിയാക്ട് ചെയ്യുന്നു, നിങ്ങൾ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ക്ലാസ്സിലിരിക്കുമ്പോഴാണ് മാത്രമാണ് ക്ലാസ് എടുക്കുന്ന ഒരാൾക്ക് ഏറ്റവും വലിയ സന്തോഷം ഉണ്ടാവുക എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കാം. അപ്പൊ ദയവായി നിങ്ങൾ എല്ലാവരും ഇത്രയും വയസ്സായിട്ടുള്ളൂ, ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ വളരെ എനർജറ്റിക് ആയിട്ട് സംസാരിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കാം. ഞാൻ പറഞ്ഞു, ഈ ക്ലാസ്സിലല്ല ഏത് ടീച്ചർ ക്ലാസ് എടുത്താലും നിങ്ങളുടെ ഭാഗത്തുനിന്ന് റിയാക്ഷൻ ഉണ്ടാകണം. ആ റിയാക്ഷൻ മാത്രമേ ടീച്ചർമാർക്ക് ഓൺലൈൻ ക്ലാസ്സിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോ ഓക്കെ ആണോ? അപർണ അപർണ അഭിനവ് മിണ്ടുന്നില്ല. ലൈനിലൊക്കെ ഉണ്ട്, ഇവരൊക്കെ ക്ലാസ്സിലുണ്ട്, ഒന്നും മിണ്ടുന്നില്ല. ഷഹീന ഓക്കെയാണ് സാർ. ഓക്കെ, താങ്ക് യു മോളെ. പ്രതികരിച്ചതിന് നന്ദി. അടുത്ത ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. എഴുതിക്കൊള്ളൂട്ടോ. കൊസീക്ക് തന്നെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കാം. -1410 തന്നെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കാം. ഞാൻ പറഞ്ഞില്ലേ, ട്രിഗണോമെട്രി എന്ന് പറയുന്ന ചാപ്റ്റർ നിങ്ങൾ ക്രാഷ് കോഴ്സിന് വന്നിട്ട് ഒത്തിരി പ്രോബ്ലംസ് ആണ് നിങ്ങൾക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതൊക്കെ എടുത്തു തന്നെയാണ്. രണ്ടാമത് എത്ര കണക്കുകളാണ് ചെയ്യുന്നത് ശ്രദ്ധിക്കാം. അടുത്ത ഒരെണ്ണം കൂടി തന്നെ ചെയ്യണം. കോട്ട് -15 π/4. ഈ രണ്ട് ക്വസ്റ്റ്യനും വളരെ സ്പീഡിൽ ചെയ്യാം. കോട്ട് -15 π/4. രണ്ട് ക്വസ്റ്റ്യൻ. കൊസീക്ക് -1410 ഡിഗ്രി പ്ലസ് കോട്ട് -15 π/4. Then your answer is cosec. പറയാം. പൂജയല്ല, സന ഫാത്തിമ മോളെ പറഞ്ഞു കൊടുക്കുക. മോളെ സന ഫാത്തിമ കേൾക്കുന്നില്ലേ സാർ? പറഞ്ഞോളൂ. എനിക്കറിയില്ല സാർ. ഞാനിത് പറയാൻ സന. സാർ എനിക്ക് ഈ പാഠം അറിയില്ല. എന്താ സാർ? ഈ പാഠം എനിക്കറിയില്ല, സ്കൂളിൽ എടുത്തിട്ടില്ല, ടീച്ചർ പോണുള്ളൂ. ഹലോ, ഓക്കെ. ഇവിടെ വരുന്നത് കൊസീക്ക്. നിയറസ്റ്റ് ആംഗിൾ നോക്കാം. നിയറസ്റ്റ് ആംഗിൾ -1440 പ്ലസ് 30 ഡിഗ്രി. ശരിയല്ലേ? നോക്കൂ, -1440 പ്ലസ് 30 എന്ന് പറഞ്ഞാൽ -1410 എന്നാണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ അതിന്റെ ഹെൽപ്പിംഗ് ആംഗിൾ എത്രയാണ് എന്ന് നമ്മളൊന്ന് കണ്ടുപിടിക്കണം. ഇത് -8 π ആണ്. കൊസീക്ക് -8 π എന്ന് വേണമെങ്കിൽ പറയാം. -8 π. ഇതിന് സബ്ട്രാക്ട് ചെയ്ത ഈ ആൻസർ ആണ് കിട്ടുന്നത്. -8 π പ്ലസ് π/3 അല്ലെ, π/6. 30 ഡിഗ്രി ബിക്കംസ് 5/6 എന്ന് കിട്ടി. അപ്പോ യുവർ ആൻസർ ഈസ് അവിടെ കിട്ടുന്ന ആൻസർ കൊസീക്ക് π/6. കൊസീക്ക് π/6 എന്ന് പറഞ്ഞാൽ 2 എന്നുള്ള ആൻസർ ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഞാൻ പറഞ്ഞു, റീഡിംഗ് ഒക്കെ വളരെ കൃത്യമായിട്ട് പഠിക്കണം എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് സാധാരണ കുട്ടികൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയാണ് നിങ്ങളെ 10 π വരെ തന്നെ ചെയ്യിപ്പിച്ചത്. π എന്ന് പറഞ്ഞ 180 ഡിഗ്രി ആണ്. അപ്പോ അത് വെച്ച് നമുക്ക് ഈ ആൻസറിലേക്ക് പോകാനായിട്ട് സാധിക്കും. ക്ലിയർ ആണോ?
Yes, sir. Clear ആണ് sir. Yes, sir. മറ്റു കുട്ടികൾ Yes, sir. Clear, sir. Clear answer. okay. Cot minus 15 pi by 4. Cot minus 15 pi by 4. Your answer is cot minus 15 into 180 divided by 4. Minus 15 into 180 divided by 4. Cot minus 675 degree. Cot minus 675 degree. അവിടെ വരുന്നു cot 4 pi എത്രയാണ് മക്കളെ 4 pi എത്രയാണ് പറഞ്ഞത് 4 pi 720. 720. ആണ് minus 720 plus 45 degree minus 720 nearest angle cot 45 degree cot 45 degree. Your answer is 1. Your answer is 1 is the answer. Your answer is 1. ശ്രദ്ധിക്കാം homework ഒരെണ്ണം എഴുതാം. Find the value of homework. Find the value of cos minus 1710 degree. Find the value of minus 1710 degree. Clear ആണോ? ഇതുവരെ okay ആണോ? Okay ആണ് sir. Clear answer. Okay. ഇതാണ് ഹോംവർക്ക് ചെയ്യേണ്ടത്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് കോസ് മൈനസ് 1710 ഡിഗ്രി. ഓക്കെ, ആ എക്സർസൈസിലെ എല്ലാ പ്രോബ്ലംസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. സൈൻ 31 π/3 ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു. ഇനി എഴുതിക്കോളൂ, റേഡിയൻ മെഷർ ആൻഡ് ഡിഗ്രി മെഷർ എഴുതാം. റേഡിയൻ മെഷർ ആൻഡ് ഡിഗ്രി മെഷർ. Radian measure and degree measure. 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 Radian measure equal ആണ്. Radian measure the formula. Radian measure equal to pi/180 into degree measure. 1/180 into degree measure. pi/180 തെറ്റിക്കാതിരിക്കണം. റേഡിയൻ മെഷർ എന്ന് പറഞ്ഞാൽ pi/180 into degree measure ആണ്. degree measure equal to 180/pi into radian measure. 180/pi into radian measure. 180/pi into radian measure. റേഡിയൻ മെഷർ എന്ന് പറഞ്ഞാല് pi/180 into ഡിഗ്രി മെഷർ ആണ്. ഡിഗ്രി മെഷർ എന്ന് പറഞ്ഞാല് 180/pi into റേഡിയൻ മെഷർ ആണ്. ക്ലിയർ അല്ലേ? Clear sir. Clear answer. പ്രോബ്ലം എഴുതാം. ഇതങ്ങ് പഠിച്ചേക്കണം. ഈ റിസൾട്ട് അങ്ങ് പഠിച്ചേക്കണം. റേഡിയൻ മെഷറും ഡിഗ്രി മെഷറും. Convert 40 degree 20 minutes. Convert 40 degree. Convert 40 degree 20 minutes. Convert 40 degree 20 minutes into radian measure. Convert 40 degree 20 minutes into radian measure. Convert 40 degree 20 minutes into radian measure. അവിടെ വരുന്നത് ആദ്യം ഇതിനെ മാറ്റണം. 40 ഡിഗ്രി 20 മിനിറ്റിനെ 20/60 ആക്കി 20/60 എന്നാക്കി. അപ്പൊ 40 and 1/3 ഡിഗ്രി എന്ന് കിട്ടി. 40 and 1/3 ഡിഗ്രി. 40 ഡിഗ്രി 20/60 20/60 1/3. അപ്പോ അവിടെ ആൻസർ കിട്ടുന്നത് 121 π/5 ഡിഗ്രി എന്ന് കിട്ടി. ഇവിടെ 40 and 20/60 1/3 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് ഇതിലേക്ക് മാറ്റാനായിട്ട് 40 into 3 120 plus 1 121/3. 40 into 3 120 120 plus 1 121/3 into pi/180.
into pi by 180. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് റേഡിയൻ മെഷർ കാണാനായിട്ട് pi by 180 into degree measure എന്നാണ്. pi by 180 into degree measure. 40 into 3, 120. 120 plus 1, 121 pi by 3. 121 pi by 540 is the final answer. ഇത്രയും റേഡിയൻ എന്നാണ് നമുക്ക് കിട്ടുന്നത്. 121 pi by 540 റേഡിയൻ. 121 pi by 540 റേഡിയൻ എന്നുള്ള ആൻസർ ആണ് നമുക്ക് ലഭ്യമാവുക. ക്ലിയർ അല്ലേ? Clear ആണ് സർ. Clear answer. Clear answer. ഓക്കെ Clear answer. ഓക്കെ ഓക്കെ താങ്ക് യു. അടുത്ത ചോദ്യം എഴുതാം, ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ എഴുതാം. ഫൈൻഡ് the radian measure. Find the radian measures corresponding to the following degree measures. Corresponding to the following degree measures. Find the radian measures corresponding to the following degree measures. Will it go? 25 degree. 25 degree. 25 degree. 25 degree. 25 degree. Answer ആയല്ലോ അല്ലേ? pi by 180 into കിട്ടില്ലേ മക്കളെ? pi by 180 into pi by 180 into 25. Pi by 180 into 25 are reduce ചെയ്യുമ്പോൾ 5 pi by 36 radian. 5 pi by 36 radian. കിട്ടില്ലേ? Yes, sir. Yes, sir. Yes sir. Kitty sir. ഓക്കെ, ഫോർമുല ഒന്ന് വായിച്ചു നോക്കിയാൽ ആ ഫോർമുല റേഡിയൻ മെഷർ ആൻഡ് ഡിഗ്രി മെഷർ. റേഡിയൻ മെഷർ ആൻഡ് ഡിഗ്രി മെഷർ ഒരു 2 times ഒന്ന് എഴുതിക്കോളൂ. റേഡിയൻ മെഷർ ആൻഡ് ഡിഗ്രി മെഷർ. അടുത്ത ക്വസ്റ്റ്യൻ അത് എഴുതി പഠിക്കുക. അടുത്ത ചോദ്യം വരുന്നത് ഇമ്പോർട്ടന്റ് ആണ്, ഒരുപാട് തവണ പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ്. ഇത് തന്നെ രണ്ടാമത്തെ -47 degree 30 minutes. -47 degree 30 minutes. -47 degree 30 minutes. -47 degree 30 minutes. ഇവിടെ പല കുട്ടികൾക്കും ആശയക്കുഴപ്പം ഉണ്ടാവാറുണ്ട്. ഈ മൈനസ് അങ്ങ് മാറ്റി നിർത്തിയേക്കാം. 47 degree 30 by 60 മൈനസ് പുറത്ത് 47 1 by 2 94 plus 1 95 മൈനസ് പുറത്ത് 95 by 2 95 by 2. ആ മൈനസ് ആണ് ഔട്ട്സൈഡിലേക്ക് ഇട്ടേക്കാം കേട്ടോ. മൈനസ് ഔട്ട്സൈഡിലേക്ക് ഇട്ടേക്കാം. അപ്പോ മൈനസ് ഔട്ട്സൈഡിലേക്ക് ഇൻറ്റു പൈ ബൈ 180 ഇൻറ്റു പൈ ബൈ 180. അതിനെ ഒന്ന് റെഡ്യൂസ് ചെയ്യാം. അതിനെ ഒന്ന് റെഡ്യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ -19 pi by 72. മൈനസ് ഔട്ട്സൈഡ് 19 pi by 72 റേഡിയൻ. മൈനസ് റേഡിയൻസ് ആണ് കേട്ടോ, റേഡിയൻസ്. -19 pi by 72 റേഡിയൻസ്. ഈ നെഗറ്റീവ് പല പിള്ളേരും ആശയക്കുഴപ്പം ഉണ്ടാക്കാറുണ്ട്. അപ്പൊ 47 and 1 by 2 94 plus 1 95 ആണോ? 94 അല്ലേ വരാ? എന്താ അവിടെ 94 അല്ലേ വരാ? 95 ആണോ? 95. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് മൈനസ് ഔട്ട്സൈഡിലേക്ക് ഇടണം. 47 into 2 plus 1. 47 മൈനസ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. 47 into 2 plus 1. ഓക്കെ ഓക്കെ Okay sir. Okay ആണ് sir. Okay, sir. മൈനസ് ഔട്ട്സൈഡിലേക്ക് Okay, ഇടണം. sir. മൈനസ് ഔട്ട്സൈഡ് 47 plus 47 അല്ലെങ്കിൽ 47 into 2 94 വരില്ല. ഞാൻ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു, അവിടെ പല കുട്ടികളും തെറ്റിക്കുന്ന ഒരു പ്രോബ്ലം ആണ്. ഇറ്റ് ഈസ് എ ടിപ്പിക്കൽ ക്വസ്റ്റ്യൻ. മൈനസ് ഔട്ട്സൈഡിലേക്ക് ഇട്ട് വെച്ചേക്കാം. അപ്പോ 47 into 2 94 plus 1 95 by 2. ക്ലിയർ? Clear ആണ് sir.
Yes, sir. Yes, sir. Yes. Clear അടുത്ത answer. 240 degree, 520 degree homework. 240 degree, 520 degree homework. 520 degree homework. 240 and 520 degree homework. സാറേ ആ സാറേ ഞാൻ ലെഫ്റ്റ് ആയിക്കോട്ടെ, സ്കൂളിൽ ക്ലാസ് ഉണ്ട്. എവിടെ? സ്കൂളിലെ ക്ലാസ് ഉണ്ട് ഇപ്പൊ. ഓക്കെ ഓക്കെ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം, ശ്രദ്ധിക്കാം. Another question. Find the degree measures. Find the degree measures corresponding to the following radian measures. Find the degree measures. Find the degree measures corresponding to the following radian measures. Find the degree measures corresponding to the following radian measures. Find the degree measures. Find the degree measures corresponding to the following radian measures. 5 pi by 3. 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 Oh, 5 pi by 3 answer is 5 pi by 3 into 180 by pi. 180 by pi. Pi pi cancel. 3 180 60. 300 degree. 300 degree. 5 pi by 3. 5 pi by 3 into 5 pi by 3 into 180 pi by. Clear alle makkale? Clear alle? Clear ആണ് sir. Sir. 7 pi by 6. Do it yourself. 7 pi by 6. 7 pi by 6. 7 pi by 6 answer is 7 pi by 6. 7 pi by 6 into 180 by pi. 6 180 30 times 210 degree. 210 degree എന്നുള്ള ആൻസർ ആണ് കിട്ടുക. 300 ഡിഗ്രി എന്ന് കിട്ടി. അതുപോലെ തന്നെ 210 ഡിഗ്രി എന്നുള്ള ആൻസർ. 300 ഡിഗ്രി ആൻഡ് 210 ഡിഗ്രി. അടുത്ത ആർക്ക് ലെങ്ത് കാണാനുള്ള ഫോർമുല എഴുതാം. ആർക്ക് ലെങ്ത് എന്ന് പറഞ്ഞാൽ L equal to R theta ആണ്. ആർക്ക് ലെങ്ത് എന്ന് പറഞ്ഞാൽ L equal to R theta. L equal to R theta. L equal to R theta. R അപ്പൊ അറിയാലോ, R theta equal to L ആണെങ്കിൽ R equal to L by theta. R equal to L by theta എന്നാണ് പറയാ. അടുത്ത ചോദ്യം എഴുതാം. Find the radius of the circle. Find the radius of the circle. Find the radius of the circle. Find the radius of the circle in which a central angle of 60 degree. Find the radius of the circle. Find the radius of the circle in which a central angle of 60 degree. Find the radius of the circle in which a central angle of 60 degree intercepts an arc length 37.4 centimeter. Intercepts an arc of length 37.4 centimeter. Bracketed. Use pi equal to 22 by 7. Use pi equal to 22 by 7. Use pi equal to 22 by 7. Once again, ശ്രദ്ധിക്കാം. Find the radius of the circle. Find the radius of the circle in which a central angle of 60 degree. In which a central angle of 60 degree intercepts an arc of length 37.4 centimeter. Bracketed. Use pi equal to 22 by 7. അപ്പോൾ എഴുതാം. ചോദ്യം ഒന്ന് ഒരു പ്രാവശ്യം ഒന്ന് വായിച്ചേ.
ചോദ്യം ഒരു പ്രാവശ്യം എല്ലാവരും ഒന്ന് വായിച്ചേ. ചോദ്യം വായിച്ചേ മക്കളെ. ചോദ്യം ഒന്ന് ഒരു പ്രാവശ്യം വായിക്കാം. ചോദ്യം ഒന്ന് വായിക്കുക. വായിച്ചു കഴിഞ്ഞോ? ചോദ്യം വായിച്ചു കഴിഞ്ഞോ? Yes, sir. ഓക്കെ. അപ്പൊ എഴുതാക്കിയ here L equal to 37.4 centimeter. Here L equal to 37.4 centimeter. തീറ്റ തരുന്നത് 60 ഡിഗ്രി എന്നായിരുന്നു. തീറ്റ ഈക്വൽ ടു 60 ഡിഗ്രി അതിനെ റേഡിയനിലേക്ക് മാറ്റണം. 60 into pi by 180 pi by 180. അവിടെ കിട്ടുന്ന ആൻസർ pi by 3 എന്നാണ്. pi by 3 റേഡിയനിലേക്ക് മാറ്റണം. കാണാൻ പറഞ്ഞിരിക്കുന്ന R ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. R equal to L by theta. equal to L by theta എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ R equal to L by theta. L നമുക്കറിയാം 37.4 divided by theta pi by 3. pi എന്താണെന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. 22/7 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 37.4 into 3 pi by 3 molecule divided by pi. Then final answer is your final answer is 37.4 into 3 divided by 22/7. 7 molecule 37.4 into 3 into 7/22. അപ്പോൾ R equal to 35.7 എന്നാണ് ആൻസർ കിട്ടുക. 35.7 സെന്റിമീറ്റർ. 35.7 സെന്റിമീറ്റർ എന്നുള്ള ആൻസർ ആണ് നമുക്ക് ലഭ്യമാവുക. ഓക്കെ ആണോ? യെസ് സർ. Okay, sir. ഓക്കെ, വെരി ഗുഡ്. മറ്റു കുട്ടികൾക്ക് ഒന്ന് ഉഷാറായിട്ട് പറയാം. എസ് ഓർ നോ? മറ്റു കുട്ടികൾ Yes. Okay, sir. മറ്റുള്ളവരെല്ലാവരും ഉഷാറാവും. ദയവായി ഉഷാറാവും. നദീദ് പറഞ്ഞോ? നദീദ് പറഞ്ഞോ? നദീദെ നാദിയ പറഞ്ഞോ? ആൽബർട്ടോ ബൈജു, അനന്യ കെ എം, അനന്യ അന്ന, അനുവിന്ദ്, അപർണ എം യു. നേരത്തെ വിളിച്ചിട്ട് മറുപടി പറഞ്ഞില്ലല്ലോ. അപർണ എം യു എന്നുള്ളൊരു പേര് ഞാൻ വിളിച്ചിട്ട് മിണ്ടാണ്ടിരുന്ന എന്താണ്? ഞാൻ പറഞ്ഞു. ശ്രദ്ധിക്കാം. Another question. If the arc of the same length, if the arcs of the same length in two circles subtend angles 65 degree, subtend angles 65 degree and 110 degree at the center. 110 degree at the center. Find the ratio of their radian. 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 Find the ratio of their radii. Find the ratio of their radii. അപ്പോൾ എഴുതാം. Let R1 and R2 be the radii. Let R1 and R2 be the radii. Let R1 and R2 be the radii. Let R1 and R2 be the radii of the two circles. Let R1 and R2 be
be the radii of the two circles. Let R1 and R2 be the radii of the two circles. Given that theta 1 equal to 65 degree. Theta 1 equal to 65 degree. Other radial like 65 into pi by 180. 65 into pi by 180. 13 pi by 36 radian. 13 pi by 36 radians. 13 pi by 36 radian. 13 pi by 36 radian. 65 into pi by 180. Other radian like theta. Theta 2 എഴുതണം. Theta 2 എഴുതണം. Theta 2 equal to 110 degree. 110 degree. 110 into pi by 180. 110 into pi by 180. അതിനെ reduce ചെയ്യുമ്പോൾ കിട്ടുന്നത് 22 pi by 36 radian. 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 ഇവിടെ ചോദ്യം വളരെ വ്യക്തമാണ്. If the arcs of the same length എന്നാണ് പറയുന്നത്. If the underline, please underline, if the arcs of the same length. If the arcs of the same length. If the arcs of the same length. അപ്പോൾ എഴുതാം, let L be the length of each of the arc. Let L be the length of each of the arc. Let L be the length of each of the arc. Let L be the length of each of the arc. Then L equal to R1 theta 1 equal to R2 theta 2. R1 R2 ഇതാണ് കാണേണ്ടത്. R1 into theta 1 എന്ന് പറഞ്ഞാൽ 13 pi by 36 equal to R2 into theta 2 എന്ന് പറഞ്ഞാൽ 22 pi by 36. 22 pi by 36. വളരെ വ്യക്തമാണ്. നമുക്ക് 36ഉം 36ഉം പൈയും ക്യാൻസൽ. 13 R1 equal to 22 R2. ഇനി അത് R1 by R2 ലേക്ക് എഴുതുമ്പോൾ R1 by R2 എന്ന് പറയുമ്പോൾ 22 അവിടെ തന്നെ നിൽക്കും. 13 അടിയിലേക്ക് വരും. കാരണം ക്രോസ് ചെയ്ത 22 R2 തന്നെ കിട്ടണം. അപ്പൊ hence R1 ratio R2 equal to 22 ratio 30. R1 ratio R2 equal to 22 ratio 30. Hence R1 ratio R2 equal to 22 ratio 13 എന്നുള്ള ആൻസർ ആണ് നമുക്ക് ലഭ്യമാകുന്നത്. R1 ratio R2 22 by 13 എന്നുള്ള ആൻസർ ആണ് നമുക്ക് കിട്ടുന്നത്. ക്ലിയർ അല്ലേ? Yes, sir. Yes, sir. Okay. രണ്ട് പ്രോബ്ലം ഹോംവർക്ക് എഴുതി. ഹോംവർക്ക് എഴുതിയെടുക്കാം. ഹോംവർക്ക് എഴുതിയെടുക്കാം. If in two circles arcs of the same length subtend angles 60 degree and 75 degree. 60 degree and 75 degree at the center.
60 degree and 75 degree at the center. Find the ratio of their radii. 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 Find the ratio of their. Another question homework. In a circle of diameter, 40 centimeter. Important, it's very important question. It's very important question. In a circle of diameter 40 centimeter. In a circle of diameter 40 centimeter, length of a 40 centimeter, comma, the length of a chord is 20 centimeter. The length of a chord is 20 centimeter. It's very important. In a circle of diameter 40 centimeter, the length of a chord is 20 centimeter. Find the length of minor arc of the chord. Find the length of minor arc of the chord. Find the length of minor arc of the chord. Find the length of minor arc of the chord. Find the length of minor arc of the chord. Find the length of minor arc of the chord എന്നാണ് ചോദ്യം. Find the length of minor arc of the chord. Find the length of minor arc of the chord. Find the length of minor arc of the chord എന്നാണ് നമ്മളുടെ ചോദ്യം. Find the length of minor arc of the chord. Homework. ഇതുവരെ പഠിപ്പിച്ച കാര്യങ്ങള് ഓക്കെ ആണോ? ആവണി ടി എ. ഓക്കെ സർ. അഭിനവ് അബി സ്പീഡിൽ പറയണം. അഭിനവ് അബി, അഭിനവ് കെ സുഭാഷ്. ഓക്കെ സർ. അഭിനവ് ഷൈജു, അഭിരാം ബി എസ്, അഭിരാമി ബി എ, ആദിനന്ദ എം ആർ, ആദിത്യ ശ്രീനിവാസ് ശ്രീ, ആദിത്യൻ അബി, അഹമ്മദ് യാസിൻ, അൽഫ്, ഐലിൻ ജേക്കബ്, ഐശ്വര്യ രാജ്, അജിൽ ഷാൻ, അജിത്, അജ്മൽ ഷാ, അൽ ഷഫാൻ, അൽതാഫ്, ആൽബർട്ടോ ബൈജു, അലീന പി, ആൽവിൻ ജോർജ്, അമൽ മണികണ്ഠൻ, അനന്തകൃഷ്ണൻ, അനന്യ, അനറ്റ് യാക്കോബ്, അഞ്ജലി, അപർണ എം യു, ആഷിഖ് എന്നാർ, ആസിഫ് അലി, ബിലാൽ, ക്രിസ്റ്റി ജോൺസൺ, ക്രിസ്റ്റി സ്റ്റീഫൻ, ഡിയോൺ ഡേവിസ്, ദേവദത്ത് സി എസ്, ദേവിക മൽഷ്യ, ഫാത്തിമ പി എസ്, ഫിദ ഫാത്തിമ, ഫൗസിയ ഫാത്തു, ഗൗരി കൃഷ്ണ, ഹരികൃഷ്ണ, ഹാസ്ബിയ, ലക്ഷ്മിപ്രിയ കെ എസ്, മുഹമ്മദ് കൈ, മുഹമ്മദ് സ്വാലിഹ്, മുഹമ്മദ് ഇർഫാൻ, മുഹസിൻ എൻ എച്ച്, മുഗിൽ പി എസ്, നദീർ, നാദിയ ദിയ, നഫീസത്തുൽ മിസ്രിയ, നഹല നവീദ്, നവ്യ കെ ബി, നായന, നീരജ് നിരഞ്ജൻ, നേഹ, നിസാബ് ഫായിസ്, പാർവതി കെ പി, പൂജ സുരേഷ്, പ്രണവ് കൃഷ്ണ, രാഹുൽ പി എസ്, പ്രിയ ബഷീർ, റിസ്ന റഫി, രോഹിത് കൃഷ്ണ, സഫ സഹൽ, സന സനാമുൾ, സഞ്ജീവന ടി എസ്, ഷഹീന, ഷിഫാന, ഷിൻസി, ചെറീന, വിഷ്ണുപ്രിയ. ഇന്ന് എക്സാം ഉണ്ട് എന്നുള്ള ഒരു കാര്യം നിങ്ങൾക്ക് അറിയാം അല്ലെ? ഇന്ന് എക്സാം ഉണ്ട്. വൈകുന്നേരം 7 മണിക്കാണ് എക്സാം എന്ന് പറഞ്ഞു. ഇനി വെള്ളിയാഴ്ച കെമിസ്ട്രിയുടെ എക്സാം ഉണ്ടാവും കേട്ടോ. കെമിസ്ട്രിയുടെ എക്സാം ഉണ്ടാവും. ചാപ്റ്ററുകൾ നിങ്ങൾക്ക് മെസ്സേജ് ഇന്ന് വരും. ഫ്രൈഡേ, ഈ വരുന്ന വെള്ളിയാഴ്ച നിങ്ങൾക്ക് എക്സാം ഉണ്ടാവും കെമിസ്ട്രിയുടെ +1 ടോപ്പിക്. ഇനി ഇതിൽ എടുക്കാനുള്ളത് ട്രിഗണോമെട്രിയുടെ ഇക്വേഷൻസ് ആണ് എടുക്കാനുള്ളത്. ഇതൊരു വലിയ ചാപ്റ്റർ ആണ്. അപ്പോൾ ട്രിഗണോമെട്രിയുടെ ഇക്വേഷൻസ് ഞാൻ മാത്സിന്റെ എല്ലാ ഭാഗങ്ങളും പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് എടുക്കാം. കാരണം ഇനിയും ഇത് ലാഗ് ചെയ്ത് പോകും. ട്രിഗണോമെട്രി എന്ത് തന്നെ വന്നാലും നിങ്ങൾക്ക് ട്രിഗണോമെട്രിയിൽ നിന്ന് ഫുൾ മാർക്ക് കിട്ടുമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു, എടുത്തത് പഠിച്ചു കഴിഞ്ഞാൽ. ഇപ്പൊ ട്രിഗണോമെട്രി ഇക്വേഷൻസ് ഞാൻ എടുത്തു തരാം. പിന്നെ ഫോക്കസ് ഏരിയയിലും അവരത് സൂചിപ്പിച്ചിട്ടില്ല. അപ്പൊ ഞാൻ അത് എടുത്തു തരുന്നതായിരിക്കും. അവസാനം പഠിപ്പിച്ചു തരാം. അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിലും കൂടി ഇത് തീരില്ല. അപ്പൊ അടുത്ത ഒരു ചാപ്റ്റർ നമ്മൾ എടുക്കാണ്. ശ്രദ്ധിക്കാട്ടോ. എഴുതിക്കോളൂ. മാത്തമാറ്റിക്കൽ റീസണിങ് എന്ന് എഴുതിക്കോളൂ കേട്ടോ. മാത്തമാറ്റിക്കൽ റീസണിങ്. മാത്തമാറ്റിക്കൽ റീസണിങ് എഴുതാം. മാത്തമാറ്റിക്കൽ റീസണിങ്. മാത്തമാറ്റിക്കൽ റീസണിങ് എന്നാണ് ചാപ്റ്ററിന്റെ പേര്. അത്യാവശ്യം വെയിറ്റേജ് ഒക്കെ തരുന്നുണ്ട്. ഇപ്പോ മാത്തമാറ്റിക്കൽ റീസണിങ്ങില് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ആദ്യം തന്നെ ഡിസ്കഷൻ ചെയ്യേണ്ടത്
negation ആണ് എഴുതുക. negation of a statement. 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 എഴുതാ. the denial നിഷേധാത്മകമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്തെങ്കിലും പറഞ്ഞാലും അതിന് ഓപ്പോസിറ്റ് റിയാക്ഷൻ തരിക, അതാണ് നെഗേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. the denial, D-E-N-I-A-L, the denial of a statement, the denial of a statement is called the negation of the statement. It's called the negation of the statement. It's called the negation of the statement. Symbolically നമുക്ക് എങ്ങനെ എഴുതാന്ന് വെച്ചാൽ ഇവിടെ പറയുന്നില്ല, പക്ഷെ സിംബോളിക്കലി നോട്ടിലെ സൈഡിൽ എഴുതി വെക്കുക. ഇങ്ങനെയാണ് സിംബോളിക്കലി. അത് റീഡിങ് നോട്ട് എന്നാണ് റീഡ് ചെയ്യുന്നത് കേട്ടോ. നെഗേഷൻ സിംബോളിക്കലി ഇങ്ങനെയാണ് നെഗേഷൻ കാണിക്കുക കേട്ടോ. ഇതാണ് നെഗേഷന്റെ സിംബോളിക്കലി. അപ്പോ the denial of a statement is called the negation of the statement. ആദ്യത്തെ ചോദ്യം, write the negation of the following statements. Number 1, write the negation of the following statements. Write the negation of the following statements. Number 1, write the negation of the following statements. Number 1, both the diagonals of a rectangle, both the diagonals of a rectangle, both the diagonals of a rectangle, both the diagonals of a rectangle have the same length. Both the diagonals of a rectangle have the same length. Have the same length. But answer is the negation. It is false that both the diagonals of a rectangle, both the diagonals of a rectangle, both the diagonals of a rectangle have the same length. Have the same length. Both the diagonals of a rectangle have the same length. It is false that it is false that both the diagonals of a rectangle have the same length. Root 7 is number 2. Root 7 is rational. Root 7 is rational. Root 7 is rational. Your answer is root 7 is rational. Your answer is root 7 is not rational. And then root 7 is not rational. Root 7 is not rational. And then clear ano? Clear ano? Yes, Clear sir. sir. Clear answer. എഴുതാം. അടുത്ത ചോദ്യം എഴുതാം. Root 2 is not a complex number. 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 Your answer is പറയൂ. ആൻസർ പറയാം. ആർക്ക് വേണമെങ്കിലും പറയാം. complex number. Okay, very good. Alina, root 2 is not a complex number. Your answer is root 2 is a complex number. Answer is root 2 is a complex number. 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 Root 2 is not a complex number. Your answer root 2 is a complex number. Then another question. The number 2 is greater than 7.
the number 2 is greater than 7. Greater than 7. The number 2 is greater than 7. The number 2 is greater than 7. The number 2 is greater than 7. Answer is the number 2 is greater than 7. Where answer is the number 2 is not greater than 7. The number 2 is not greater than 7. Not greater than 7. The number 2 is not greater than 7. The number 2 is not greater than 7. Clear alle? Yes, sir. ഓക്കെ ആണ് സാർ. Yes, sir. Clear ആണോ? Yes, sir. Clear answer. Clear ആണ് sir. Clear answer. Okay. ശ്രദ്ധിക്കാം. ഹെഡിങ് എഴുതിക്കോളൂ കേട്ടോ. ഹെഡിങ് എഴുതാം. നെഗേഷൻ അപ്പോൾ നിങ്ങളുടെ ശരിയാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ഏതാ? ഫൈൻഡ് ദി ഹെഡിങ് ഏതാ? കമ്പോണൻസ് കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ്സ് എഴുതുള്ളൂ. COMPOUND compound statements. എഴുതാമോ? compound statements. Many mathematical statements are obtained by combining. Many mathematical statements are obtained by combining one or more statements using some connecting weights like one or more statements using some connecting weights like and or connecting weight likes and or etc. And or etc. എഴുതാം. Find the problem. Find the component statements. Find the component statements of the following compound statements. Find the component statements. Find the component statements. Find the component statements of the following. Find the component statements of the following compound statements. Of the following compound statements. Find the component statements of the following compound statements. Number 1, the sky is blue. The sky is blue. And the sky is blue and the grass is green. And the grass is green. The sky is blue and the grass is green. The sky is blue and the grass is green. The sky is blue and the grass is green എന്നാണ് പറയുന്നത്. അപ്പോൾ പീഡ അവിടെ എഴുതാം. പീഡ അവിടെ the sky is blue. ഇങ്ങനെ സെപ്പറേറ്റ് ആക്കാം. Compound statement. Find the component statements of the following compound statements. അപ്പോൾ അവിടെ ഉത്തരം component statementsലേക്ക് ആക്കിയേക്കാണ്. P രണ്ടെണ്ണാക്കി സ്പ്ലിറ്റ് ചെയ്യണം. അത് P എന്ന് പറയുന്നത് the sky is blue. Q എന്ന് പറയുന്നത് the grass is green.
The grass is green. അവിടുത്തെ കണക്ടിംഗ് വേർഡ് എഴുതി വെക്കണം. The connecting word is and. തന്നിരിക്കുന്നത് ഒരു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ്. The sky is blue and the grass is green. അതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോഴാണ് കമ്പോണന്റ് സ്റ്റേറ്റ്മെന്റ് ആവുന്നത്. സ്പ്ലിറ്റ് ചെയ്യുകയാണ്. P എന്ന് പറയുന്നത് the sky is blue, Q എന്ന് പറയുന്നത് the grass is green. The connecting word is and. ഇവിടെ and എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? Yes, sir. Yes, sir. ഓക്കെ. അപ്പൊ കണക്ടിംഗ് വേർഡ് എഴുതണോ? The connecting word is and. അടുത്ത ചോദ്യം. 0 is a positive number. 0 is a positive number. 0 is a positive number. 0 is a positive number or 0 is a positive number or a negative number. 0 is a positive number or a negative number. 0 is a positive number or a negative number. എഴുതിക്കോളൂ. 0 is a positive number or a negative number. 0 is a positive number or a negative number. എഴുതാം. Sir. Okay. അടുത്ത ക്വസ്റ്റ്യൻ. അതിന്റെ ആൻസർ എന്ന് പറയുന്നത് P എന്ന് പറയുന്നത് 0 is a negative number. Q എന്ന് പറയുന്നത് 0 is a negative number. അല്ലേ? P എന്ന് പറയുന്നത് the component statements are P പറയുന്നത് 0 is a positive number, Q 0 is a negative number. The connecting word or എന്നാണ് പറയുക. കണക്ടിംഗ് വേർഡ് എന്താണ് മക്കളെ? or എന്നാണ് വരുന്നത്. അടുത്ത ഒരു ക്വസ്റ്റ്യൻ കൂടി കഴിഞ്ഞാൽ വേറെ ടോപ്പിക്കിലേക്ക് പോവാണ്. മൂന്നാമത്തെ ചോദ്യം. All rational numbers are real. All rational numbers are real. All rational numbers are real. Rational numbers are real. All rational numbers are real. All rational numbers are real. Answer right. All rational numbers are real and all real numbers are complex. And all real numbers are complex. And all real numbers are complex. Are complex. Are complex. ചെയ്യാം, എഴുതാം, ചെയ്യാം. കഴിഞ്ഞു sir. കഴിഞ്ഞു sir. Okay. Answer is P എന്ന് പറയുന്ന എന്താണ് ആൻസർ എന്ന് പറഞ്ഞേ? പൂജ പൂജ വീഡിയോ ഓൺ ആക്കുന്നതിൽ വളരെ വളരെ സന്തോഷം. പൂജ വളരെ ഫുൾ ടൈം വീഡിയോ ഓൺ ആക്കിയിരിക്കുന്നതിൽ വളരെ സന്തോഷം. പൂജ സുരേഷ്, താങ്ക് യു. കാരണം ഒരാളെങ്കിലും എനിക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ള ഒരു സന്തോഷമാണ് കേട്ടോ. ഞാൻ പഠിപ്പിക്കുന്ന ഒരു കുട്ടീനെങ്കിലും എനിക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ. അഭിനവ് ഷൈജു പറയൂ. അഭിനവ് ഷൈജു. ഈ നെറ്റ്വർക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് വന്ന് പോക്കോ. നെറ്റ് പ്രോബ്ലം ഉള്ള ആൾക്കാർ ഇടയ്ക്കൊക്കെ ഒന്ന് മിന്നായം പോലെയൊക്കെ ഒന്ന് പോവാം. അപ്പൊ ഒരു സുഖം ഉണ്ടാവുന്നേ. ഇതിപ്പോ ആരെയും കാണാണ്ടൊക്കെ എങ്ങനെയാ പഠിപ്പിക്കാൻ? വെറുതെ ഇങ്ങനെ ഒരു കേൾക്കുന്നുണ്ടോ പറയുന്നുണ്ടോ അങ്ങനെ പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ട് പോലെ. അതാണ് ചിലപ്പോ എന്റെ കുഴപ്പമായിരിക്കാം. പക്ഷെ ഒരു 70% ആൾക്കാർക്ക് ഇങ്ങനെ കുഴപ്പമുണ്ടാവും. ശ്രദ്ധിക്കാം. പമൽ വന്നു, നീരജ് വന്നു. എനിക്ക് എന്തൊരു സന്തോഷമാണ്. അല്ലെങ്കിൽ ഈ ഒറ്റയ്ക്ക് ഈ റൂമില് ഇപ്പൊ കുറച്ച് പേര് വന്നു. അങ്ങനെ വാ, ഇടയ്ക്കെങ്കിലും വാ. അപ്പൊ എനിക്കൊരു സന്തോഷം ഉണ്ടാവും. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഷോക്കായി പോകുന്നു. ഇങ്ങനെ നിങ്ങൾ ഇങ്ങോട്ട് റിയാക്ട് ചെയ്യുന്നതനുസരിച്ച്. അതല്ലേ ഓഫ്ലൈൻ ക്ലാസ്സുകളൊക്കെ എപ്പോഴും നല്ല രസമാവുന്ന എങ്ങനെയാ? ക്ലാസ്സുകൾ രസമാവുന്ന എങ്ങനെയാ? കുട്ടികൾ മുന്നിലിരിക്കുന്നത് കൊണ്ടാണ്, മനുഷ്യന്മാർ മുന്നിലിരിക്കുന്നത് കൊണ്ടാണ് ടീച്ചർമാർക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നത്. കുട്ടികളില്ലാത്തൊരവസ്ഥയാണ് ഇപ്പൊ നമ്മൾ, അല്ലെ? അപ്പൊ നമ്മൾക്ക് ശീലമായി. പക്ഷെ നിങ്ങൾ എങ്ങനെയെങ്കിലും കാണുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു അനുഭൂതി എന്ന് പറയുന്നത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പോ ശ്രദ്ധിക്കാം. അപ്പൊ അതിന്റെ ആൻസർ അതുകൊണ്ടാണ് എനിക്ക് നിങ്ങളോട് യാതൊരു ദേഷ്യമില്ല. നിങ്ങളുടെ അവസ്ഥകളും പലരുടെ അറിയാം, നെറ്റ് പ്രശ്നം എല്ലാം ഞാൻ ഉൾക്കൊള്ളുന്നു. പക്ഷെ 80ഓളം കുട്ടികളുള്ള ഈ ക്ലാസ്സിൽ എല്ലാവർക്കും ഒരേ സമയം നെറ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. ശ്രദ്ധിക്കാം. അപ്പൊ ഇതിന്റെ ആൻസർ പറയുന്നത് ഒന്ന് പറഞ്ഞേ. ആൻസർ പറയേണ്ട ആള് എന്ന് പറയുന്നത് ടെറീന ആദ്യമായിട്ട് നല്ല കുട്ടിയായി വീഡിയോ ഒക്കെ ഓൺ ആയിട്ട് വന്നതാണ്. ഇനി ജന്മത്ത് ഓണാക്കില്ല എന്നാ പറയുന്നത്. ടെറീന പറഞ്ഞോളൂ. ടെറീന ആൻസർ. P. All rational numbers are real. P പറയണം. P
All P എന്ന് all പറഞ്ഞാൽ rational all numbers rational are numbers are real. Q എന്ന് പറഞ്ഞാൽ all real numbers are complex. The connecting word is and. The connecting word is and. അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ടെക്സ്റ്റ് ബുക്കിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് കോൺട്രാ പോസിറ്റീവ് ആൻഡ് കോൺവേർട്സ്. ആ ടോപ്പിക് ആണ് എടുക്കുന്നത്. ഹെഡിങ് എഴുതിക്കോളൂ. കോൺട്രാ പോസിറ്റീവ് ആൻഡ് കോൺവേർട്സ്. Contra positive and converse is very, very important section. Contra positive and converse. Contra positive and converse is very important. Contra positive and converse is very important. Contra positive and converse. So the contra positive and converse if then പ്രയോഗമാണ്. if then അപ്പോൾ എഴുതാം contra positive and converse are certain other statements. Contra positive and converse are certain other statements which can be formed from a given statement with the if then statement with the if then പ്രയോഗമാണ് കോൺട്രാ പോസിറ്റീവ് ആൻഡ് കോൺവേഴ്സ്. രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. രണ്ടാമത്തെ കാര്യം ഒന്നാമത് പറയുകയും ഒന്നാമത്തെ രണ്ടാമതാകുന്നു. കോൺട്രാ പോസിറ്റീവിലാണെങ്കിൽ രണ്ടാമത് ഒന്നാമതാകുമ്പോൾ നോട്ട് ചേർക്കേണ്ട അവസ്ഥയുണ്ട്. നോട്ട് ചേർക്കേണ്ടി വരും. ഒന്നാമതും രണ്ടാമതാകുമ്പോൾ രണ്ടിലും നോട്ട് ചേർക്കേണ്ടതായിട്ട്. നോട്ട് ചോദ്യത്തിലുണ്ടെങ്കിൽ നോട്ട് ഒഴിവാക്കേണ്ടി വരും കോൺട്രാ പോസിറ്റീവ്. കോൺവേഴ്സ് അങ്ങനെയല്ല. രണ്ടാമത് പറയുന്ന കാര്യം ഒന്നാമതാവുന്നു, ഒന്നാമത്തെ കാര്യം രണ്ടാമതാകാം. നോട്ടൊന്നും ചേർക്കില്ല. കോൺട്രാ പോസിറ്റീവ് ആണ് ഒരുപാട് തവണ പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളത്. ഒരു കാര്യം പറഞ്ഞു, അതിൽ രണ്ടാമത്തെ കാര്യം ഒന്നാമതാകുന്നു, പിന്നെ നോട്ട് ചേർക്കുന്നു. ചോദ്യത്തിൽ നോട്ട് ഉണ്ടെങ്കിൽ നോട്ട് അവോയ്ഡ് ചെയ്യും. ഉത്തരത്തിൽ ഒരു ചോദ്യം എഴുതിക്കൊള്ളൂ. Write the contrapositive of the following statement. Write the contrapositive of the following statement. Write the contrapositive of the following statement. Write the contrapositive of the following statements. Write the contrapositive of the following statements. Write the contrapositive of the following statements. Number 1, if the physical environment changes, if the physical environment changes, environment changes, then the biological environment changes. If the physical environment changes, then the biological environment changes. Your answer is contrapositive. Answer is, if the biological environment does not change, if the biological environment does not change, then the physical environment does not change.
physical environment does not change. Does not change. If the biological environment does not change, then the physical environment does not change. Okay ano? Okay ano? Okay, sir. Okay, Okay. answer. രണ്ട് ചോദ്യങ്ങൾ എഴുതിയെടുക്കാം, ശ്രദ്ധിക്കാം. If a number is divisible by 9, if a number is divisible by 9, the number is divisible by 9, then it is divisible by 3. Then it is divisible by 3. Then it is divisible by 3. If you are born in India, if you are born in India, then you are a citizen of India. Then you are a citizen of India. You are a citizen of India. If a triangle is equilateral, equilateral, it is isosceles. ISOSC, isosceles. ISOSCELES. A triangle is equilateral, it is isosceles. Do it yourself first. Answer is if a number is not divisible by 3, it is not divisible by 9. If a number is not divisible by 3, it is not divisible by 9. It is not divisible by 9. സാറേ അവിടെ ഒന്നല്ലെങ്കിൽ കോമ അല്ലെങ്കിൽ തന്നെ അങ്ങനെയാണ് ചേർക്കണ്ടേ? If a number is not divisible by 9, it is not divisible by 9. It is not divisible by 9. അത് ഭംഗിയാക്കി നോക്കൂ. It is not divisible by 9. Clear? Yes, sir. സന്തോഷം. Yes, sir. സന്തോഷം. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എഴുതാം. രണ്ടാമത്തെ ആൻസർ. If you are not a citizen of India, if you are not a citizen of India, then you were not born in India. 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 If a triangle is not isosceles, if a triangle is not isosceles, if a triangle is not isosceles, then it is not equilateral. If a triangle is not isosceles, if a triangle is not isosceles, then it is not equilateral. Okay, clear alle? Yes, sir. Clear answer. Clear answer. Write the converse of the following statements. 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 Number 1, if a number n is even, if a number n is even,
if a number n is even, if a number n is even, then n square is even. Then n square is even. If a number n is even, then n square is even. Converts എന്ന് പറയുമ്പോൾ answer is if a number n square is even, comma, if a number n square is even, comma, then n is even. Then n is even. If a number n square is even, then n is even. If a number n square is even, then n is even. Then n is even. Clear alle? Yes, sir. Yes, sir. Clear. If you do all the exercises in the book, if you do all the exercises in the book, comma, you get an A plus grade in the class. You get an A plus grade in the class. A plus grade in the class. Or if two integers A and B, if two integers small letter A and small letter B, if two integers small letter A and small letter B, if two integers A and B are such that A greater than B, comma, then A minus B, is always a positive integer. A minus B is always a positive integer. Then A minus B is always a positive integer. Then A minus B is always a positive integer. If two integers A and B are such that A greater than B, then A minus B is always a positive integer. Do it. Then the question എഴുതാം. Shudhiyam, answer is, listen. Ready? Ready ആണോ? Yes, sir. Ready, sir. Yes, sir. Your answer is, this is the answer. If you get an A plus grade in the class, comma, then you have done all the exercises of the book. Next answer is, if two integers A and B are such that, if two integers A and B are such that, if two integers A and B are such that, A minus B is always a positive integer. If two integers A and B are such that A minus B is always a positive integer, then A greater than B. If two integers A and B are such that A minus B is always a positive integer, then A greater than B. Clear? Yes, sir. Yes, sir. Clear answer. Okay, അടുത്ത heading എഴുതാം, contradiction. Contradiction in the question ഉറപ്പാണ്, by contradiction. Sure, another sure topic, contradiction. By contradiction. ആദ്യം തെറ്റാണെന്ന് പറയുകയും പിന്നീട് ശരിയാണെന്ന് സമർത്ഥിക്കുകയും ചെയ്യും. കോൺട്രഡിക്ഷൻ. ആദ്യം തെറ്റാണെന്ന് പറയും, പിന്നീട് ശരിയാണെന്ന് പറയുന്നു.
Contradiction is very, very important topic. Last topic on each chapter. Verify by the method of contradiction. Verify by the method of contradiction. Root 7 is irrational. Root 7 is irrational. പലരും പല രീതിയിലാണ് പഠിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി എടുക്കാൻ ഞാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു മാർഗമാണ് കൂടെ പറയാൻ പോകുന്നത്. Root 7 is irrational. ശ്രദ്ധിക്കാം. Answer is in this method we assume that the given statement is false. ആദ്യം തന്നെ false ആണ് എഴുതാം. In this method we assume that 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 the given statement is a false. The given statement is a false. In this method we assume that the given statement is a false. That is root 7 is rational. That is root 7 is rational. That is root 7 is rational. This means that rational. This means that there exists positive integers. This means that there exists positive integers a and b, positive integers a and b, such that root 7 equal to a by b. Root 7 equal to a by b. Root 7 equal to a by b, comma, where a and b have no common factors. Comma, where a and b have no common factors. Where a and b have no common factors. Where a and b have no common factors. ആദ്യം തന്നെ ഇത് false ആണെന്ന് പറഞ്ഞു. Root 7 is rational ആണെന്ന് പറഞ്ഞു. Root 7 equal to a by b ആണെന്ന് പറഞ്ഞു. A and b have no common factor എന്ന് പറഞ്ഞു. നമ്മൾ ഇനി ഇത് common factor ഉണ്ട് എന്ന് തെളിയിക്കാനാണ് പോകുന്നത്. ജനറൽ ട്രൂത്ത് ആണ് പറയുമ്പോൾ അപ്പോൾ അതിൻ്റെതായിട്ടുള്ള മാനദണ്ഡങ്ങൾ നിങ്ങൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. Root 7 equal to a by b, where a and b have no common factor. Common factor ഉണ്ട് എന്ന് തെളിയിക്കാൻ പോവാണ്. ഇതുവരെ ഓക്കെ ആണോ? ഇതുവരെ ഓക്കെ ആണോ? അപ്പൊ ഈ root 7 equal to a by b എന്നുള്ളത് ഇങ്ങനെ ഡിസൈൻ ചെയ്തിട്ട് ഇക്വേഷൻ നമ്പർ 1. Equation number 1. Squaring this equation. Squaring equation number 1. Squaring equation number 1. Let's square equation number 1. For 7 equal to a square by b square. ഇവിടെ അങ്ങനത്തെ ട്വിസ്റ്റ് കോമൺ ഫാക്ടർ ഉണ്ടെന്ന് തെളിയിക്കാൻ പോവാണ്. 7 equal to a square by b square. ക്രോസ് ചെയ്തു. a square equal to 7b square. A square equal to 7b square. Implies എങ്ങനെ എഴുതാം? a square equal to 7b square എന്ന് പറഞ്ഞാൽ a square by 7 equal to b square എന്നൊക്കെ എഴുതാം അല്ലേ? 7 അടിയിൽ വരും. Implies 7 divides ആണ് a യുടെ. അതാണ് വളരെ ഇമ്പോർട്ടന്റ് ആണത്. 7 divides a. Implies 7 divides a. കണ്ട അപ്പൊ ഡിവൈസ് ഇത് കാണിക്കണം. ഇതിനാണ് മാർക്ക് ഇവിടെ. 7 divides a. അപ്പോ root 7 equal to a by b നെ പിടിച്ച് സ്ക്വയർ ചെയ്തപ്പോ 7 equal to a square by b square. A square equal to 7b square. 7 divides a എന്ന് കിട്ടി. ക്ലിയർ മക്കളെ? ക്ലിയർ ആണോ? Yes sir, clear ആണ്. 7 divides a. 7 divides a. ഇനി നമുക്ക് 7 divides b എന്നും കൂടി തെളിയിക്കേണ്ട ആവശ്യകത ഉണ്ട്. അപ്പൊ ഇവിടെ എഴുതാം 7 divides ഇങ്ങനെ. അപ്പൊ ഇവിടെ a square equal to 7b square ഇക്വേഷൻ നമ്പർ 2. a square equal to 7b square equation number 2. അവിടെ എഴുതാം therefore there exists an integer c such that an integer
an integer c such that a equal to 7c. a equal to 7c എന്ന് എടുക്കാം. a equal to 7c. നമുക്ക് 7 divides b ലേക്ക് നമ്മൾ പോവാണ്. a equal to 7c എന്ന് നമ്മൾ മാർക്ക് ചെയ്യും. Therefore there exists an integer c such that a equal ആണ് 7c എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇവിടെ നമുക്കറിയാം a square equal to 7b square എന്നാണ് കിട്ടുന്നത് ഇക്വേഷൻ അല്ലേ. From equation number 2 എന്ന് പറയുന്നത് a square equal to from 2 a square equal to 7b square. a square equal to 7b square. a യുടെ അവിടെ 7c. 7 വരെ വേറെ നമ്പർ വരികയാണെങ്കിൽ ആ നമ്പർ ആയിരിക്കും കേട്ടോ. 7c whole square equal to 7b square. 7b square equal to 49c square. Cancel. b square equal to 7c square. b square equal to 7c square implies 7 divides b എന്ന് കിട്ടി. implies. അപ്പോൾ 7 divides b കിട്ടുന്നതിന്റെ ഭാഗമായിട്ട് a equal to 7c എന്ന് കൊടുത്തു. അങ്ങനെ നമുക്ക് കൊടുക്കാം. There exists an integer c such that a equal to 7c. അപ്പൊ from 2 a square equal to 7b square, a യുടെ സ്ഥലത്ത് 7c ആണ്. അപ്പൊ ഭംഗിയായി നമുക്ക് 7 divides a എന്നും കിട്ടി, 7 divides b എന്നും കിട്ടി. ഓക്കെ ആണോ? ഇതുവരെ ഓക്കെ ആണോ? ഓക്കെ ആണോ? അപ്പൊ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ഇതൊരു ടിപ്പിക്കൽ പ്രൊസീജിയർ ആണ്. ആദ്യം നിങ്ങൾ ആദ്യം നിങ്ങൾക്ക് ആ √7 ഈക്വൽ ടു a by b നെ സ്ക്വയർ ചെയ്യണം. സ്ക്വയർ ചെയ്ത് വന്നു കഴിഞ്ഞ് കാര്യങ്ങളിലേക്ക് കിടക്കുമ്പോൾ 7 divides a എന്ന് കിട്ടും. 7 divides b കിട്ടുന്നതിന്റെ ഭാഗമായിട്ട് there exists an integer c such that a equal to 7c എന്ന് പറഞ്ഞ് from 2 കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 7 divides a യിൽ 7 divides b എന്ന് കിട്ടിക്കഴിഞ്ഞു. കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ച ആൻസർ ആയി. എഴുതിക്കോളൂ. This implies that 7 is a common factor of both of a and b. This implies that 7 is a common factor of both of a and b. This implies that 7 is a common factor of both of a and b, which contradicts our earlier assumption. നേരത്തെ പറഞ്ഞ assumption, which contradicts our earlier assumption. ASSUMPTION. Our earlier assumption that a and b have no common factors. Our earlier assumption that a and b have no common factors. This shows that the assumption Puja Suresh ഇവിടെ ശ്രദ്ധിക്കണം. This shows that the assumption വീഡിയോ ചെയ്യാൻ പാടില്ല. കൈ വന്നു, ആരെ വന്നു പോയ അമ്മയാണ് അനുജനാണ്? ആയിക്കോട്ടെ. This shows that the assumption √7 is rational is wrong. This shows that the assumption √7 is rational is wrong. Hence the statement √7 is irrational is true. Hence the statement √7 is irrational is true. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, ലിസൺ. ആദ്യം തന്നെ നിങ്ങൾ പറയുന്നു, നോട്ടായിട്ട് സൈഡിൽ എവിടെയെങ്കിലും എഴുതി വെച്ചോ. എല്ലാ കണക്കിന് ഇത്രയും കാര്യം മനസ്സിലുണ്ടായിരുന്നു. ഒന്നാമത്തെ പോയിന്റ്, ഇത് ഫാൾസ് ആണ്. രണ്ടാമത്തെ പോയിന്റ്, ഇത് റാഷണൽ ആണ് എന്ന് പറയുന്നു. റാഷണൽ ആണെന്ന് പറഞ്ഞിട്ട് അവിടെ എന്ത് എഴുതിയിരിക്കണം? A and B have എന്താണ്? A and B have no common factor.
നോ കോമൺ ഫാക്ടർ. നോ കോമൺ ഫാക്ടർ. ഇനി കോമൺ ഫാക്ടർ ആണ് എന്ന് തെളിയിക്കുന്നതിന്റെ ഭാഗമായി √7 = a/b. ഞാൻ ഓരോ പോയിന്റ് ഇട്ടാ പറയാം. സ്ക്വയറിംഗ് 7 = a²/b². പോയിന്റുകളാണ്. ഫിഫ്ത് പോയിന്റ് 7 divides a എന്ന് തെളിയിക്കണം. 7 divides a എന്ന് കിട്ടും. സിക്സ്ത് പോയിന്റ് a = 7c. a = 7c എന്ന് എടുത്തിട്ട് a² = 7b² എന്ന് പറയുന്ന ഫോർമാറ്റിലാണ് കൊടുക്കേണ്ടത്. a² = 7b² എന്ന് പറയുന്ന ഫോർമാറ്റിൽ കൊടുക്കുമ്പോൾ 7 divides b എന്ന് കിട്ടി. ലാസ്റ്റ് പറയുന്നത് കൺക്ലൂഷൻ. ലാസ്റ്റ് കൺക്ലൂഷൻ. ഇത്രയുമാണ് ഇതിന്റെ ഒരു ലോജിക്. ആദ്യം ഫാൾസ് ആണെന്ന് പറയുന്നു, റാഷണൽ ആണെന്ന് പറയുന്നു, a and b have no common factor ആണെന്ന് പറയുന്നു, കോമൺ ഫാക്ടർ ആണെന്ന് തെളിയിക്കണം. √7 = a/b സ്ക്വയർ ചെയ്തു. 7 divides a എന്ന് കിട്ടി. 7 divides a എന്ന് കിട്ടി. a = 7c, a² = 7b². അപ്പൊ ഇവിടെ 49c² = 7b² എന്ന് കിട്ടി. അപ്പൊ അവിടെ കിട്ടിക്കഴിഞ്ഞു 7 divides b. കൺക്ലൂഷൻ. കൺക്ലൂഷൻ എത്രയുള്ളൂ? ഇവിടെ a and b കോമൺ ഫാക്ടർ ഉണ്ട്. അവർ നേരത്തെ പറഞ്ഞ അസംഷൻ ഈസ് റോങ്. അപ്പൊ ഇതെന്താണ്? ഇറാഷണൽ ആണ് എന്നുള്ള കാര്യം നിങ്ങളുടെ മനസ്സിനകത്ത് ഉണ്ടാകണം. ഇത്രയും കാര്യങ്ങൾ പോയിന്റ്സ് ആയിട്ട് മനസ്സിനെ പറഞ്ഞ് റെഡിയാക്കാം. മനസ്സിനോട് പറയണം ഇത് ഫാൾസ് ആണെന്ന് ആദ്യം പറയണം. അതിനുശേഷം ഇത് റാഷണൽ ആണെന്ന് പറഞ്ഞു, നോ കോമൺ ഫാക്ടർ ആണെന്ന് പറഞ്ഞു. √7 = a/b സ്ക്വയർ ചെയ്തപ്പോ 7 = a²/b² ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു. അപ്പൊ 7 divides a എന്ന് കിട്ടി. a = 7c. അത് ഇക്വേഷൻ നമ്പർ 2 കൊണ്ടുകൊടുത്തപ്പോ 7 divides b എന്ന് കിട്ടി. നമ്മൾ പറയുന്നു എയിലും ബിയിലും കോമൺ ഉണ്ട് എന്ന് പറയുന്നു. അവർ ഏറെ അസംഷൻ റോങ് ആണ്. ഇതാണ് സംഭവം. മനസ്സിലായോ? മനസ്സിലായോ? ഞാൻ പോയിന്റ് ഇട്ട് പറഞ്ഞു. മനസ്സിലായോ? Yes, sir. Yes, sir. അപ്പൊ ഹോംവർക്ക് എഴുതിക്കോ മക്കളെ. ഹോംവർക്ക് എഴുതിക്കോളൂ. √5 is verified by the method of contradiction. 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 √5 is irrational. √5 is irrational. √5 വീട്ടിലിരുന്ന് ചെയ്യാനാണ്. √5 is irrational. √11 is irrational. √5 is rational. അടുത്ത ക്വസ്റ്റ്യൻ √11 is rational. ഇപ്പൊ ശ്രദ്ധിക്കുക, നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ നെഗേഷൻ പഠിച്ചു, കമ്പോണന്റ് സ്റ്റേറ്റ്മെന്റ് ക്രിയേറ്റ് ചെയ്യാൻ പഠിച്ചു, കോൺട്രാ പോസിറ്റീവ് പഠിച്ചു, കോൺവേഴ്സ് പഠിച്ചു, കോൺവേഴ്സ് പഠിച്ചു, കോൺട്രഡിക്ഷൻ പഠിച്ചു. ട്രിഗണോമെട്രിയിലേക്ക് കടക്കുകയാണെങ്കിൽ സൈൻ 765 ഡിഗ്രി കാണാൻ പഠിച്ചു. സൈൻ 31π/3 കാണാൻ പഠിച്ചു. ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. റേഡിയൻ മെഷർ = ഡിഗ്രി മെഷർ എന്താണെന്ന് പഠിച്ചു. ആർക്ക് ലെങ്ത് പഠിച്ചു. L = r⁻. റേഷ്യോ R1:R2 കാണാൻ പഠിച്ചു. പിന്നെ കുറച്ച് ഹോംവർക്ക് തന്നിട്ടുണ്ട്. അപ്പൊ എല്ലാം വിശദമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഇന്ന് വൈകുന്നേരം 7 മണിക്ക് നിങ്ങൾക്ക് എക്സാം ഉണ്ട്. വളരെ സത്യസന്ധമായിട്ട് എക്സാമിന് റെഡി ആവാം. എക്സാമിന് 7 മണിക്ക് വളരെ സത്യസന്ധമായിട്ട് റെഡി ആവണം. നോക്കി എഴുതാതിരിക്കാൻ ശ്രമിക്കുക. ഇവിടെ കിട്ടുന്ന മാർക്ക് ഒന്ന് കുറഞ്ഞു പോയാലും സാരമില്ല. ബോർഡ് എക്സാമിനേഷൻ നല്ല മാർക്ക് മേടിച്ചാൽ മതി. അപ്പൊ നല്ല കുട്ടികളായിട്ട് പരീക്ഷാ പേപ്പറൊക്കെ 2 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് മാർക്കുകൾ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. അപ്പൊ നിങ്ങൾ കഴിഞ്ഞ അതാത് സെന്ററിലേക്ക് PDF അയക്കാം. PDF അയച്ചു കൊടുക്കാം. PDF ആക്കിയിട്ട് അയച്ചു കൊടുക്കാം. അപ്പോ വന്ന് കൊടുക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതാത് സെന്ററിൽ ഏൽപ്പിക്കാം, ചെന്ന് കൊടുക്കാം, അല്ലെങ്കിൽ PDF ആയിട്ട് അയച്ചു കൊടുക്കാം. ഓക്കെ ഓക്കെ Okay, sir. എത്തിക്കാൻ പറ്റുന്ന കുട്ടികള് എത്തിക്കാൻ, അല്ലാത്തവര് PDF ആയിട്ട് അയച്ചു കൊടുക്കും. അപ്പൊ ഓക്കെ, താങ്ക് യു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പൊ ദേഷ്യപ്പെടലും പിണക്കങ്ങളും ഒക്കെ ക്ലാസ്സുകളിൽ ഉണ്ടാവും. അത് സാരമില്ല. അത് നിങ്ങളോടുള്ള ആത്മാർത്ഥത മാത്രമാണ്. അല്ലാതെ ഞാനെപ്പോഴും നിങ്ങളെ ചീത്ത പറയാതെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല. ചീത്തയൊക്കെ പറയും. അതൊന്നും നിങ്ങളുടെ മനസ്സിലൊന്നും വേണ്ട. എന്റെ മനസ്സിലും ഒന്നുമില്ല. അപ്പൊ ഓക്കെ, താങ്ക് യു.